നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഈ മാസം സെപ്റ്റംബറിൽ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പ്രത്യേകമായി ഷെയർ ചെയ്യുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയിൽ അക്കൗണ്ട് ഉള്ളവർ ഈ വീഡിയോ കാണുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഇന്ന് അക്കൗണ്ട് ഇല്ലാത്തവരായി ആരുമില്ല. ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ അക്കൗണ്ട് ഉണ്ട്. ഈ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെപ്റ്റംബറിൽ ബാങ്കിൽ ധാരാളം അവധി ദിവസങ്ങളുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് ആകമാനം നോക്കിയാൽ മൊത്തം 14 ദിവസം വരെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല. പ്രാദേശിക, ദേശീയ അവധികൾ അടക്കമാണ് ഈ എണ്ണം പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിവസത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 14 അവധികളെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ മാത്രമല്ല ടൈം മീഡിയയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആകമാനം 14 അവധികൾ ഈ മാസത്തിൽ ബാങ്കുകളെ സംബന്ധിച്ച് ഉണ്ട്. കേരളത്തിൽ ഞായറാഴ്ചകളിലും രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും, സെപ്റ്റംബർ 4 വ്യാഴാഴ്ച ഒന്നാം ഓണം, സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിരുവോണം, നബിദിനം എന്നിവ പ്രമാണിച്ചും ബാങ്കുകൾക്ക് അവധിയാണ്. ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ ഒരു സുപ്രധാന അറിയിപ്പാണ് പറയാനുള്ളത്. 10 വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായും KYC അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ഇക്കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് അക്കൗണ്ട് ഉടമകളെ കാത്തിരിക്കുന്നത്. 1 രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ പിന്നെ കഴിഞ്ഞെന്ന് വരില്ല. കേരളത്തിൽ ഇത്തരത്തിൽ KYC പുതുക്കേണ്ട 57 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മൊത്തം ബാങ്ക് അക്കൗണ്ടുകളുടെ 20% വരും KYC പുതുക്കാനുള്ളവയുടെ കണക്ക്. KYC പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനോടകം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2014-15 കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റാനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിൽ എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ധൻജൻ യോജന അക്കൗണ്ടുകളാണ് KYC പുതുക്കലിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത്. കാലാവധി കഴിഞ്ഞ 57 ലക്ഷം അക്കൗണ്ടുകളിൽ 90% ഈ ഇനത്തിൽപ്പെട്ടവയാണ്. നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡിയായി എത്തുന്ന തുകയടക്കം നിങ്ങൾക്ക് പിൻവലിക്കാനാകാത്ത ഒരു ഗുരുതര സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മടങ്ങുന്നതിനും ഇത് ഇടയാക്കും. KYC പുതുക്കാൻ ബാങ്കിലെത്തിയിട്ട് ഫോട്ടോയും ആധാർ കാർഡും പാൻ കാർഡും നൽകിയാൽ മാത്രം മതി നിങ്ങൾക്ക് KYC പുതുക്കാം. KYC കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അക്കൗണ്ടിൽ ഇടപാടുകൾ നടക്കുന്നില്ലെങ്കിലും KYC നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് താൽക്കാലികമായിട്ടെങ്കിലും റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിലൂടെ ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ, ലോണുകൾ, കിസാൻ സമ്മാന നിധി, പെൻഷൻ ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും മുടങ്ങുകയോ അല്ലെങ്കിൽ പിൻവലിക്കാൻ കഴിയാതെ ഇരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഇനി മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത 4 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നോമിനിയുടെ പേരില്ല എങ്കിൽ നിക്ഷേപകൻ മരണപ്പെട്ടാൽ പണം തിരിച്ചു നൽകുന്നതിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത്തരം തുക 10 വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറുകയാണ് പതിവ്. രാജ്യത്തെ അവകാശികളില്ലാത്ത 67,000 കോടി രൂപ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഉടമകളെല്ലാം KYC പുതുക്കുന്നതിനോടൊപ്പം തന്നെ നോമിനി വിവരങ്ങൾ കൂടി ചേർക്കണം. നേരത്തെ നമുക്ക് ഒരു നോമിനിയെയാണ് ചേർക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരാൾക്ക് 4 നോമിനികളെ വരെ ചേർക്കാവുന്നതാണ്. നോമിനി എന്നാൽ ഒരാളുടെ മരണശേഷം ആ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് അക്കൗണ്ടിലെ സ്വത്ത് വകകൾ അവകാശികൾക്ക് കൈമാറുന്നതിനുള്ള അവകാശം നൽകുന്ന വ്യക്തി എന്ന് മാത്രമാണ് ഉള്ളത്. നോമിനി ആകുന്നതിന് കുടുംബബന്ധം വേണമെന്നൊന്നും നിർബന്ധമില്ല. സുഹൃത്തുക്കൾക്കും നോമിനിയാകാം. നോമിനി ആയതുകൊണ്ട് തന്നെ ആ സ്വത്തിൻ്റെ അവകാശം നോമിനിക്ക് പോവുകയില്ല. പകരം മരണപ്പെട്ട ആളുകളുടെ അനന്തരാവകാശികൾക്ക് കൃത്യമായി അക്കൗണ്ടിലുള്ള തുകയും സ്വത്തും കൈമാറുന്നതിന് അക്കൗണ്ട് ഉടമ നിശ്ചയിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് മാത്രമാണ് നോമിനി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണശേഷമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ നോമിനിയെ ചേർക്കണമെന്നും ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഇനി മറ്റൊരു അറിയിപ്പ്, വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലുള്ള വലിയ കടമ്പയാണ് സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ. ഇത് സംബന്ധിച്ച് മറ്റു വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ മികച്ച ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ നിഷേധിക്കപ്പെടുമായിരുന്നു. എന്നാൽ ബാങ്കിൽ നിന്നും ആദ്യമായി വായ്പ എടുക്കുന്നവർക്ക് മിനിമം സിബിൽ സ്കോർ ആവശ്യമില്ലെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ നടന്ന മൺസൂൺ സെഷനിൽ സംസാരിക്കവേ സഹമന്ത്രി പങ്കജ് ചൗധരി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് ക്രെഡിറ്റ് സ്കോർ കുറവോ 0 ആണെങ്കിൽ ബാങ്കുകൾക്ക് വായ്പ അപേക്ഷകൾ നിരസിക്കാൻ കഴിയില്ല എന്ന്
പങ്കജ് ചൗധരി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത്, പുതിയ ആദായ നികുതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞു. 6 വർഷം പഴക്കമുള്ള പഴയ നിയമത്തിന് പകരമായാണ് പുതിയ ബിൽ പ്രാബല്യത്തിൽ വരുന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ നിയമമന്ത്രിയാണ് പുതിയ നിയമം വിജ്ഞാപനം ചെയ്തത്. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. ഇതുപ്രകാരം വ്യക്തികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്ക് വരെ കടന്നു കയറാൻ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന പുതിയ ആദായ നികുതി ബിൽ ചർച്ച പോലും കൂടാതെയാണ് പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പാസ്വേഡും മറ്റും ലഭ്യമല്ലെങ്കിൽ ഒരുപക്ഷെ ബലമായി വാങ്ങി തുറന്ന് പരിശോധിക്കാനുള്ള അധികാരവും പുതിയ നിയമം ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട്. പഴയ നിയമത്തിലെ വ്യവസ്ഥകൾ പുതിയ നിയമത്തിൽ പകുതിയായി കുറച്ചിട്ടുണ്ട്. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് പകരം പുതിയ വന്നിരിക്കുന്ന നിയമത്തിൽ ടാക്സ് ഇയർ എന്ന പ്രയോഗം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇത്രയുമൊക്കെയാണ് ബാങ്കിംഗ് മേഖലയിലെ പുത്തൻ വാർത്തകളായി നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.